അപ്പോഴേ രാവിലെ തുടങ്ങാൻ പരിപാടി. എല്ലാവർക്കും ടാറ്റ, ഗുഡ് മോർണിംഗ്. നമുക്ക് അടുക്കള പരിപാടികൾ തുടങ്ങാം. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കതവൊക്കെ തുറന്ന് എല്ലാം റെഡിയാക്കിയിട്ടതിന് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ കരി പിടിച്ച അടുക്കളയിലോട്ടൊന്ന് പോകാം. അവിടെ പോയി ചാമ്പലൊക്കെ വാരി കേട്ടോ. ചാമ്പലെന്ന് പറഞ്ഞാൽ ചാരം, ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഞങ്ങൾ ഈ തലേദിവസം കത്തിക്കുന്ന ചാമ്പലെന്നാണ് പറയണത്. ചാരമൊന്നും ചാമ്പലൊന്നും പറയും, ഞങ്ങളിവിടെ ചാമ്പലെന്നാണ് പറയണത്. അങ്ങനെ ചാമ്പലെല്ലാം വാരി മാറ്റാം. അതെല്ലാം വാരി മാറ്റി ഒതുക്കി അടുപ്പിൻ്റെ പുറമൊക്കെ തുടച്ചതിന് ശേഷം അടുത്ത് നമ്മളെ മെയിൻ അടുപ്പിൽ വന്ന് നമുക്ക് കുറച്ച് ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ടി ഒരു 2-3 മുട്ടയൊക്കെ അടുപ്പിൽ ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ അടുക്കളയിലോട്ട് പോയിട്ട് കഞ്ഞിക്ക് വെള്ളം അടുപ്പി വയ്ക്കാം. അപ്പോഴേക്കും നമ്മളെ മുട്ട അവിടെ ഇരുന്ന് വേവും. ആ സമയം കൊണ്ട് നമുക്ക് കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി വരാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കണമെന്ന് വെച്ച് 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല. എനിക്കങ്ങ് മടിയാണ് കേട്ടോ ഇടാനായിട്ട്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഷോർട്ടെങ്കിലും എടുത്തിടുന്നതാണ്. ഒന്നും ചെയ്തില്ല, ഞാനങ്ങ് മടിച്ചു. അങ്ങനെ ഇത് കഞ്ഞിക്ക് അടുപ്പി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒരു കൊടി അടുപ്പിൽ കൂടെ വച്ചിട്ടുണ്ട്. അത് ചോറിന് വേണമെങ്കിലും ഒഴിക്കാം, കുഞ്ഞിനെ കുളിപ്പിക്കാൻ എടുക്കാം. അല്ലെങ്കിൽ രണ്ടിനും കൂടെ സങ്കല്പിച്ച് വയ്ക്കുന്നതാണ്. മിച്ചം ഉണ്ടെങ്കിൽ അവനെ വെള്ളം തിളപ്പിക്കണമല്ലോ, കുളിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കണം. അങ്ങനെ അരിച്ചു. പിന്നെ ഞാനിന്നൊരു അടിപൊളി രസം ഉണ്ടാക്കണം. വളരെ ഹെൽത്തി, സൂപ്പർ എളുപ്പത്തിലൊരു രസം. ഞാൻ പാലിൽ പാത്രമൊക്കെ കൊണ്ട് വെച്ചിട്ട് അത് രസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു തക്കാളിക്ക, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മളെ കുരുമുളക്, ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള മഞ്ഞൾ, ഒരു 1/4 സ്പൂണ് മഞ്ഞൾ, അത് കഴിഞ്ഞ് ഉലുവ, അതായത് ആവശ്യത്തിനുള്ള കായം, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നല്ല മഷി പോലെ അരയ്ക്കണം. അരയ്ക്കാനായിട്ട് നമ്മൾ പച്ചവെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, നമ്മൾ പുളിവെള്ളം തന്നെ വേണം. അങ്ങനെ പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചു അരച്ചു. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയുള്ള അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അരച്ചു. കടുക് വറുത്ത് താളിക്കാൻ പോവുകയാണ്. ഇതിലധികം വെള്ളം ഒഴിച്ച് ലൂസാക്കാൻ പാടില്ല, ഒത്തിരി കട്ടി വേണം. ഇത്രയും കട്ടി അല്ല, കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാം. അതിന് നമുക്കൊന്ന് നമ്മളെ ഈ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ച് അടിപൊളി ടേസ്റ്റ് നമ്മളെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നമ്മളെ പുളിരസം, നല്ല രസം, അടിപൊളി രസം, സൂപ്പർ രസം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വായിൽ കൂടെ വെള്ളം വേണം, അത്ര രുചിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ വശക്കി വഴറ്റി കിടന്ന് തളരേണ്ട ആവശ്യമില്ല. രസം റെഡിയായി. അടുത്ത് നമുക്കൊരു മീൻ പുരട്ടുണ്ടാക്കാം. അതിലേക്ക് വേണ്ടി ഞാനിത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇട്ട് മൂപ്പിച്ചു. കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ച് ഞാൻ നേരത്തെ തന്നെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർന്ന് എൻ്റെ മീനിന് ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ അത് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് അതെല്ലാം റെഡി നന്നായി വന്നപ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. മീനിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. മീനിന് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞളും എല്ലാം കൂടെ ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരുന്ന മീനും കൂടി അങ്ങോട്ട് തട്ടിക്കൊടുത്തു. ഇങ്ങനെ മീൻ പുരട്ടും റെഡിയായി. പിന്നെ ഇനി വയ്ക്കാൻ പോകുന്നത് ഒരു മാങ്ങ ചമ്മന്തിയാണ്. നല്ല നാടൻ നല്ല മാങ്ങ, മാങ്ങ, തേങ്ങ, അതായത് ഇഞ്ചി, ചെറിയ ഉള്ളി, നമ്മളെ വറ്റൽ മുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി അരച്ച് പുരട്ടിയിട്ട് കുറച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് കുഴച്ച് വെച്ച മാങ്ങ റെഡിയായി.